ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് ദേ നമുക്ക് കുറച്ച് കപ്പയുണ്ട്. അപ്പോൾ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന കപ്പ കേട്ടോ. അതിൽ കുറച്ച് കപ്പ ഞാൻ പുഴുങ്ങി ഇന്നലെ, ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇത് വൈകുന്നേരം ആട്ടോ, ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനിത് എടുത്തത്. അപ്പം വൈകിട്ട് ചേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് കട്ടൻ ചായയും സ്റ്റൂവും കൂടെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തൃശ്ശൂരിലെ ഒരു റെസിപ്പിയാന്ന് തോന്നുന്നു. ഞാൻ തൃശ്ശൂർ വന്നതിന് ശേഷം കേട്ടോ കപ്പ സ്റ്റൂ ആദ്യമായിട്ട് കഴിക്കണത്. ഇതിനു മുമ്പ് എൻ്റെ വീട് അങ്ങ് തിരുവല്ല കവിയൂരാണ്. അവിടെ ഒന്നും ഞാൻ കപ്പ ഇങ്ങനെ സ്റ്റൂ ഉണ്ടാക്കി കണ്ടിട്ടില്ല. ഞങ്ങൾ സാധാരണയായിട്ട് കപ്പ പുഴുങ്ങുകയോ അല്ലെങ്കിൽ കപ്പ വേവിക്കുകയോ അതായത് പുഴുക്കുണ്ടാക്കുകയൊക്കെ ചെയ്യാറ്. ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഞാൻ കപ്പ സ്റ്റൂ കഴിക്കുന്നതും പിന്നീട് ഉണ്ടാക്കി നോക്കുന്നത്. വെറുതെ കട്ടൻ കാപ്പിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് അപ്പത്തിൻ്റെയും അല്ലെങ്കിൽ ദോശയുടെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാട്ടോ ഇത്. എനിക്ക് നല്ല ഇഷ്ടമായി. എന്തായാലും തേങ്ങാപ്പാലൊക്കെ കൂടെ ഒഴിച്ച് വയ്ക്കുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് കപ്പ നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കണം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മണ്ണൊക്കെ കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു തവണയൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കപ്പ നുറുക്കിയെടുക്കാം. നമ്മൾ സാധാരണ പുഴുക്കിനൊക്കെ വെക്കില്ലേ, അതുപോലെ കൊത്തിയെടുത്ത് വേവിക്കാൻ വേണ്ടിയാട്ടോ. ഞാനിന്ന് കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് 2 വിസിലടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ കലത്തിൽ വെക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇത് ഞാൻ ഗ്യാസിൽ വെക്കണതുകൊണ്ട് വേഗം വെന്ത് കിട്ടാനായിട്ട് കുക്കറിലാണ് വെക്കുന്നത്. ഇപ്പം ഞാൻ കപ്പയൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഒരു തവണ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നടുവേ ഒന്ന് കീറിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. അപ്പോൾ എന്താ, നുറുക്കിയ കപ്പ വീണ്ടും 2-3 തവണയായിട്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 5 ലിറ്ററിൻ്റെ കുക്കറാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നടുവേ കീറിയ 3 പച്ചമുളക്, ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി, അതുപോലെ ഒരു വലിയ സവോള, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ നികക്ക് കിടക്കുന്ന വിധത്തിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഗ്യാസിൽ വെക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിക്കുമ്പോഴത്തേക്കിന് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നല്ല കുഴഞ്ഞ് കിട്ടും. ഇപ്പം എന്തേ നമ്മുടെ കപ്പയൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഈ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തവി ഉപയോഗിച്ച് ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് വീണ്ടും കത്തിക്കാം. എന്നിട്ട് അതിലേക്ക് 1 മുറി തേങ്ങയുടെ പാല്, 1-ാം പാല് മാത്രമായിട്ട് എടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് തീ വെച്ചിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതങ്ങ് തിളപ്പിച്ചെടുക്കാനായിട്ട് പാടില്ല. ചെറുതായിട്ടൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് അവിടെ നിന്ന് നന്നായിട്ടൊന്ന് ചൂടാട്ടെ. നമുക്കൊന്ന് തവി വെച്ചിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൂടെ കൊടുക്കാം കേട്ടോ. എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ആവട്ടെ. നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല മണം കേട്ടോ. ഈ സമയത്ത് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോഴത്തേന് പറയണ്ട. ഇനി നമുക്കിതിനകത്ത് താളിപ്പ് ചേർക്കണം കേട്ടോ. താളിപ്പില്ലാതെ എന്ത് കറിയാലോ അല്ലേ. താളിപ്പുണ്ടെങ്കിൽ താളിപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം മൂടി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞത് തുറക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ട്. എൻ്റെ പൊന്നേ, എന്തൊരു മണമാണെന്നറിയാമോ. അത് കഴിക്കണ്ട,
അപ്പം തന്നെ വയറ് നിറയുന്നൊരു ഫീൽ വരും ആ മണം അങ്ങനെ അടിച്ച് വരുമ്പോഴേക്ക്. അപ്പോൾ ഈ താളിപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോഴേക്ക് അതിലേക്ക് 3 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്ത ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കപ്പയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കപ്പയുടെ പാത്രം നമുക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇതിപ്പോൾ നമ്മളുടെ കപ്പയൊക്കെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. എന്തൊരു മണമാണെന്നറിയാം ഇവിടെ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും കടുക് വറുത്തൊക്കെ കൂടി ഒന്ന് ചെല്ലട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈസി ആയിട്ടുള്ള കപ്പ സ്റ്റൂ. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. നമ്മളെപ്പോഴും സാധാരണ കപ്പ പുഴുക്കുണ്ടാക്കുക അല്ലെങ്കിൽ കപ്പ പുഴുങ്ങുകയൊക്കെ അല്ലേ ചെയ്യണത്. ഇത്തവണ എന്തായാലും സ്റ്റൂ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പം ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.